നിന്നും ദൈവിക ജ്ഞാനത്തിലേക്ക് നയിക്കണമേ. ദൈവിക ജ്ഞാനത്തിനായിട്ട് ഞങ്ങൾ ദാഹിക്കുന്നു. നമ്മുടെ എല്ലാ സംരംഭങ്ങളും ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഇപ്പോൾ കേരളത്തിൽ ഓരോ രൂപതകളിലും ഒരു ബൈബിൾ കോളേജ് ഉണ്ടാവും. കേരളത്തിലെല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ബൈബിൾ സ്കൂൾ, ബൈബിൾ കോളേജൊക്കെ ഉണ്ടാകുകയാണെങ്കിലത്തെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. ഉണ്ടാകണോ വേണ്ടയോ? അത് കാശ് കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് ബൈബിൾ പഠിപ്പിക്കണം. ഇപ്പം നിങ്ങൾ ബൈബിൾ പഠിക്കാൻ പോകണമെന്ന് വിചാരിച്ചു ഒരു വർഷം. ഇപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുടുംബ ജോലിയൊക്കെ ചെയ്താൽ വീട്ടിൽ ഭക്ഷണത്തിന് കിട്ടുള്ളൂ. ഇപ്പം നമ്മളൊരു വർഷം ബൈബിൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ വീട് ആര് നോക്കും? അപ്പോൾ അതിൻ്റെ അർത്ഥം ബൈബിള് പഠിക്കാൻ വേണ്ടി പോകുന്ന കുടുംബസ്ഥർക്ക് ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ ചെലവിനുള്ള പൈസ കൂടി സ്റ്റൈഫൻഡായിട്ട് തരണമെന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ, എങ്കിലേ ഇത് വിജയിക്കുള്ളൂ. ഇത് ഞാൻ ഇപ്പോഴേ പറയാണ്. അത്രയും കാശുണ്ടാവും. നമുക്ക് മതിൽ പണിയാൻ കാശുണ്ട്, പള്ളി പണിയാൻ കാശുണ്ടോ ഇല്ലയോ? എന്താണ് യഥാർത്ഥ പള്ളിപണി? എന്താണ് യഥാർത്ഥ പള്ളിപണി? വിശ്വാസികളുടെ വിശ്വാസത്തെ പണിതുയർത്തുന്നതിലാണ് പള്ളിപണി. ആണോ അല്ലയോ? നമ്മൾക്ക് പള്ളി പണിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പള്ളി പണിതോ, പള്ളിക്ക് ലക്ഷങ്ങളുടെ കാശ് കൊടുത്ത് മതിലും കെട്ടിക്കോ, പക്ഷെ അതുകൊണ്ട് പ്രയോജനമായോ? അതിലുള്ള വിശ്വാസികൾക്ക് വിശ്വാസം പണിതുയർത്താൻ വേണ്ടി ഈ കാറ്റഗിസം പഠിപ്പിക്കണ ഈ ടീച്ചർമാർക്ക് ഒരു കോഴ്സ് കൊടുക്കാൻ വേണ്ടി 1000 രൂപ ചിലവാക്കുന്നുണ്ടോ പള്ളി? പള്ളി കമ്മിറ്റി ഉണ്ട്. നമ്മളൊക്കെ തന്നെയാണ് പള്ളി കമ്മിറ്റി. നമ്മൾ നസ്രാണിയല്ലേ. നമ്മളുടെ വിചാരം എന്തേ, ആ കാശ് അവിടെ ചിലവാക്കണം, അതവിടെ ബാങ്കിലിട്ടിട്ട് അതിൻ്റെ ഡെപ്പോസിറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കളപ്പുരകളിൽ ശേഖരിക്കരുതെന്നാണ് വചനം പറയണേ. എല്ലാ പള്ളിക്കും വലിയ കളപ്പുരകളുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ചിട്ടിയുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണത്? പറയും. ക്ഷമിക്കണേ, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ഈ ഒറ്റ പോയിന്റിൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ വിമർശിക്കേണ്ട. പക്ഷെ എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കാശ് പള്ളിയുടെയോ സ്കൂളിൻ്റെയോ പ്രസ്ഥാനങ്ങളുടെയോ കാശ് ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ട് നമ്മൾ കാര്യം നടത്തുമ്പോൾ എന്തൊരു മണ്ടത്തരമാണ്. ഒരു സാമാന്യ ബിസിനസ്സുകാരൻ അറിഞ്ഞൂടെ ഈ പൈസ ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്? ബാങ്കുകാരന്. അവനാ പൈസ കൊണ്ട് ബിസിനസ് നടത്തണം. നമ്മുടെ പൈസ കൊണ്ട് ബിസിനസ് നടത്തണം. നമ്മൾ പറയുന്നത് എന്താണ്? കളപ്പുരകളിൽ ശേഖരിക്കരുത്. നിനക്ക് എത്ര കോടി രൂപ വേണോ, കർത്താവിൻ്റെ കയ്യിലുള്ളതെല്ലാം നമുക്കുള്ളതാണ്. നമ്മൾ പൈസ ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ടാണ് കാര്യം നടത്തുന്നത്. ഇത്രേ നമ്മുടെ വിശ്വാസമുള്ളൂ. നമുക്ക് വിശ്വാസമില്ല. കാരണം അത് സമയത്തിന് പൈസ കിട്ടിയില്ലെങ്കിലോ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി. മനസ്സിലായിട്ടുണ്ടോ? മാറ്റം വരണോ വേണ്ടയോ? ഇവിടെ ആരെങ്കിലും പള്ളി കമ്മിറ്റിക്കാരുണ്ടാവുമല്ലോ. എവിടെയെങ്കിലും ഇത് പോയി പൊട്ടിത്തെറിക്കുമായിരിക്കും. ഒരു ജർമ്മൻകാരി പെണ്ണിൻ്റെ അടുത്ത് പറയണേ, തോമസ് പോളെ, ഞാൻ നിൻ്റെ ധ്യാനമേ കൂടിയിട്ടുള്ളൂ. എല്ലാ വർഷവും നിൻ്റെ ധ്യാനം ഞാൻ കൂടാറുണ്ട്. എനിക്ക് വേറൊരു ധ്യാനം എനിക്ക് കൂടാൻ പറ്റണില്ല. എന്താ ഇപ്പോഴേ എന്തോ അബദ്ധവശാൽ എന്നെ പള്ളി കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്തേക്കണം. അപ്പോൾ ഈ പള്ളി കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്സ്യൽ പോയിന്റ് ഓഫ് വ്യൂലാണ്. എന്ന് പറഞ്ഞാൽ അവർ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. ആത്മീയമായി ധ്യാനവും വചനത്തിൻ്റെ കാര്യത്തിലൊന്നും അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോഴാണ് ഈ പെണ്ണ് പറയാൻ എന്നെ പള്ളി കമ്മിറ്റിയിൽ എടുത്തേക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് വീണ്ടും നിൻ്റെ ഒരു ധ്യാനം കൂടാൻ വരികയാണ്. എങ്ങനെ ഈ എൻ്റെ കൂടെയുള്ള മറ്റ് പള്ളി കമ്മിറ്റിക്കാരോട് ആ പള്ളി കമ്മിറ്റി മീറ്റിങ്ങിലെങ്കിലും വെച്ചൊരു വചനം പറയാൻ സാധിക്കുകയാണെങ്കിലോ? മനസ്സിലാവുന്നുണ്ടോ പള്ളി കമ്മിറ്റിക്കാരെ? ഈ പള്ളി കമ്മിറ്റി മീറ്റിംഗ് എന്താണ്? അവിടെ ഒരു വചനം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നോക്ക്, പറ്റുമെങ്കിൽ.
ഇവർക്കൊക്കെ വേണ്ടി ധ്യാനം നടത്തണം. പള്ളി കമ്മിറ്റി, പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനൊക്കെ വേണ്ടി ഒരു ധ്യാനം നമുക്ക് വേണ്ടി വന്നാൽ നടത്തണം. മിഠായിച്ചോ നടത്തണം. നമുക്കൊരു ബൈബിൾ കോളേജ് നടത്തണം. അച്ചോ, അഭിഷേകാഗ്നി ബൈബിൾ കോളേജ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുകയാണ്, കേരളത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കേണ്ട മേഖല ഇതാണ്. നമ്മൾ ആരും നടത്താൻ ഈ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, നമ്മളങ്ങ് തുടങ്ങണം. എന്നിട്ട് സാധാരണ സെമിനാരിയിൽ ബൈബിൾ പഠിപ്പിക്കണ മാതിരി പഠിപ്പിച്ചാൽ പോരാ, മുട്ടുമ്പോൾ നിന്ന് ബൈബിൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാപൂർവം പഠിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ബൈബിൾ പഠിക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമായി ബൈബിൾ പഠിക്കണം. ബൈബിളിൽ പഠിച്ച് ബൈബിളങ്ങ് ബൈഹാർട്ടാക്കണം. ഞാൻ പണ്ടേ പറയാറുള്ളതാണ്, അച്ഛന്മാരുടെ ധ്യാനമെല്ലാം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. ക്ഷമിക്കണേ അച്ഛന്മാരെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അവരെ കുറ്റം പറയാല്ല. എന്തായി, അങ്ങനെ ആയിപ്പോയി. സെമിനാരികളെ കുറ്റം പറയാല്ല, അങ്ങനെ ആയിപ്പോയി. നമ്മൾ വിചാരിച്ചിരുന്നത് സെമിനാരിയിലെല്ലാം മുഴുവനും ബൈബിളാണ് പഠിക്കണമെന്നാണ്. സോറി, ക്ഷമിക്കണേ. പക്ഷേ അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലാവണത്, കുറ്റം പറയണ്ട, എന്നാലും പറയാണ്, അവിടെ അവർക്ക് ബൈബിളല്ല മുഴുവനും പഠിക്കണേ. വേറെ കുറേയൊക്കെ പഠിച്ചിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ ഇച്ചിരി ബൈബിൾ പഠിക്കും. പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല, ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട്. അപ്പം ഇങ്ങനത്തെ ഒരു സെറ്റപ്പായിപ്പോയി. നമ്മൾ ഇവരെ മാനേജർമാരായിട്ട്, സ്കൂളിൻ്റെ മാനേജർ, പ്രസ്സിൻ്റെ മാനേജർ, ഇടവക മാനേജർ, ഇങ്ങനെയുള്ള മാനേജർമാരായിപ്പോയി. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 1 മണിക്കൂർ പോലും പ്രാർത്ഥിക്കാൻ സമയമില്ല. അതേസമയത്ത് സ്വർഗം മുഴുവനും നോക്കിയിരിക്കണത് ഒരു വൈദികൻ ഒന്ന് പ്രാർത്ഥിക്കണത് നോക്കിയിരിക്കുകയാണ്. ഒരു വൈദികൻ 1 മണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കണത് സ്വർഗം നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു വൈദികൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഉടനെ സകല മാലാഖമാരും അടുത്ത് വരൂ. വൈദിക അവരുടെ പ്രാർത്ഥന അത്രയ്ക്ക് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ സുവിശേഷമൊക്കെ അങ്ങ് ബൈഹാർട്ട് പഠിച്ചൂടെ? സുവിശേഷം ബൈഹാർട്ടോ? അപ്പോൾ മൈനർ സെമിനാരിയിൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്? നൊവിഷ്യേറ്റിലും ഈ കൊച്ചു കന്യാസ്ത്രീമാരൊക്കെ ഇപ്പം എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ബൈബിള് കാണാപ്പാഠം പഠിക്കുക. ബൈബിള് കാണാപ്പാഠം പഠിക്കണം. 150 സങ്കീർത്തനം കാണാപ്പാഠം പഠിക്കണം. ഇത്രയും ചെയ്താൽ നിങ്ങൾ നല്ല കന്യാസ്ത്രീമാർ തന്നെ ആവുള്ളൂ. നിങ്ങളുടെ മണവാളൻ്റെ കൂടെ മണിയറയിലേക്ക് ആ 5 കന്യകമാരോടൊപ്പം കയറാം. ഏത് കന്യകമാർ? വിവേകവതികളായ കന്യകമാർ. എന്തായിരുന്നു അവരുടെ കയ്യിൽ? അവരുടെ കയ്യിൽ പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ വിളക്ക് കൊളുത്തിയുണ്ടായിരുന്നു. എന്താണ് ഈ വിളക്ക്? ഈ വിളക്ക് സുവിശേഷ പ്രഘോഷണമാണ്. ഈ വിളക്ക് പരിശുദ്ധാത്മാവാണ്. ഈ വിളക്ക് ദൈവത്തിൻ്റെ വചനമാണ്. ഈ പാത്രം ആത്മാക്കളാണ്. വേറെ ഒന്നും പഠിക്കണ്ട, ഒരു സൈക്കോളജിയും പഠിക്കണ്ട. സൈക്കോളജി ആത്മാവിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? പറയും. നമ്മളെല്ലാവരും സൈക്കോളജി പഠിക്കുന്നു, എന്നാൽ ആത്മോളജി പഠിക്കുന്നില്ല. ആത്മോളജി, ആത്മാവിൻ്റെ ഓളജി പഠിക്കൂ, വചനോളജി പഠിക്കൂ. ഈ ഒരു വചനം കൊണ്ട് ലാസർ, ചീഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച വചനമാണിത്. എന്താ നമ്മൾ വിചാരിച്ചിരിക്കണേ? വല്ല സൈക്കോളജിയും പറഞ്ഞോ ലാസറിനോട്? ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ സൈക്കോയിലും അവന്റെ ശരീരത്തിലും അവന്റെ ആത്മാവിലും പുത്തൻ ശരീരമായി ക്രിസ്തു ഉരുവായി. ഹല്ലേലൂയ! ഈ ശക്തി നമ്മളുടെ കയ്യിലുണ്ടായിട്ട് നമ്മളിപ്പോൾ മറ്റ് മതങ്ങളുടെ വിശ്വാസത്തിലേക്ക്, അവരുടെ പ്രാർത്ഥനാ രീതി, സെൻ മെഡിറ്റേഷൻ, ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് മാത്രം മതി, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് പ്രസരിക്കുന്ന വിശ്വാസവും വചനവും പരിശുദ്ധാത്മാവും മതി. സകലത്തെയും നവീകരിക്കും. ഞാൻ ആൽഫായും ഒമേഗയുമാണ്. ഞാൻ ആൽഫായും ഒമേഗയുമാണ്. ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ്. എന്നിൽ വിശ്വസിക്കുക. ഞാൻ സകലതും നവീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എല്ലാം സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. സംഭവിച്ച് കഴിഞ്ഞ ആ കൃപാവരം ഇടുക്കി ഡാമിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നവരെ കിടക്കുകയാണ്. നമ്മുടെ വേല അത് പൈപ്പ് ലൈനായിട്ട് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജോലി എക്കോണമി ഓഫ് സാൽവേഷൻ.
എന്ന് പറഞ്ഞാൽ റേഷൻ കട. റേഷൻ കടയിൽ എന്താ കിട്ടുന്നത്? അരി കിട്ടും. ആർക്കരി കിട്ടും? കാർഡുള്ളവന് അരി കിട്ടും. പെട്രോൾ പങ്കിൽ എന്ത് കിട്ടും? ഓയിൽ കിട്ടും. പൈസ കൊടുത്താൽ കിട്ടും. എന്ന് പറഞ്ഞാൽ അതൊരു വ്യവസ്ഥിതിയാണ്. എന്തിൻ്റെ വ്യവസ്ഥിതി? പെട്രോളിൻ്റെ വിതരണ വ്യവസ്ഥിതി. എക്കോണമി ഓഫ് പെട്രോൾ എന്ന് പറയാം. അരി വിതരണം ചെയ്യുന്നത് റേഷൻ കടയിലൂടെയാണ്. അതിന് എക്കോണമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൈസ്. എന്നപോലെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ജീവൻ കൊടുത്ത് ലോകം മുഴുവനെയും രക്ഷിച്ചിരിക്കുന്ന ആ കൃപ മുഴുവനും ഒരു വലിയ തടാകം പോലെ, സമുദ്രം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ അതിന് എക്കോണമി ഓഫ് സാൽവേഷൻ, അത് ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളെയും എത്തിക്കുന്ന പൈപ്പ് ലൈനുകളായി മാറിയാൽ മതി. നീ വിശ്വസിക്കുമെങ്കിൽ നിന്റെ വിശ്വാസമാണ് ആദ്യത്തെ പൈപ്പ് ലൈൻ. നിന്റെ വിശ്വാസം. ഞാൻ വിശ്വസിച്ചാൽ മതി, ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരിലും അത് പടരും. ഞാൻ വിശ്വസിച്ചാൽ മതി, ലോകം മുഴുവനിലും പടരും. കൊച്ചു ത്രേസ്യ എവിടെയെങ്കിലും പോയി സുവിശേഷം പ്രഘോഷിച്ചോ? അവൾ വിശ്വസിച്ചു. കർത്താവേ, നിന്റെ ആത്മാവ് എൻ്റെ ആത്മാവിലൂടെ ലോകം മുഴുവനും പ്രസരിക്കും. മർത്താ, നീ വിശ്വസിക്കൂ, നിന്റെ ആത്മാവ് ഇപ്പം എൻ്റെ പൈപ്പ് ലൈനായിട്ട് മാറുന്നു. എൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നിന്റെ ആത്മാവാകുന്ന പൈപ്പ് ലൈനിലൂടെ നിന്റെ ചീഞ്ഞൊളിഞ്ഞ ലാസറിലേക്ക് പോകും. ഇതാണ് ക്രിസ്ത്യാനി. ഇതാണ് ക്രിസ്ത്യാനി. നമ്മൾ അതിന് പകരം ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരാത്മാവിനെ നേടാൻ പറ്റില്ല. ആത്മാവിനെ നേടുന്നത് കർത്താവ് തന്നെയാണ്. നമ്മളതിൻ്റെ പൈപ്പ് ലൈനാണ്. നമ്മളൊരു ശാഖയാണ്. രക്ഷാകര സംഭവം മുഴുവനും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഞാൻ ആൽഫായും ഒമേഗയുമാണ്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട്. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട്. 5 അപ്പം കൊണ്ട് 5000 പേര് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മതി എന്ന് പറഞ്ഞത്. നിങ്ങൾ ഉണ്ടാക്കണ്ട. അപ്പം ഇവിടെ നിങ്ങൾ കൊടുക്കണതനുസരിച്ച് അപ്പം ഇവിടെ വന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, 5000 ആൾക്കാർക്ക് ഈ 2 അപ്പം കൊണ്ട് എന്താവാനാ? നീ ഒന്ന് നോക്കട്ടെ, നീ എടുത്ത കൊടുക്കട. കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും വലുതായി വരണം. കൊടുക്ക്, നീ കൊടുക്ക്. നിങ്ങളങ്ങ് കൊടുത്തോ, നിങ്ങളെല്ലാവർക്കും കൊടുക്ക്. അപ്പോൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ? കർത്താവാണത്. നമ്മളല്ല ഉണ്ടാക്കണത് കർത്താവാണ്. രക്ഷ കർത്താവിൻ്റെയാണ്. നമ്മൾ കൊടുക്കാൻ വേണ്ടിയുള്ള ശാഖ മാത്രമാണ്. നമ്മൾ ശുശ്രൂഷകരാണ്, ശാഖ. നമ്മൾ അപ്പം കൊണ്ടുപോയി ഇവിടെ ഇത് നോക്കുമ്പോൾ ഒന്നുമില്ല. അവിടെ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കൂമ്പാരമായിട്ട് നിൽക്കണം അപ്പം വീണ്ടും. ഇത് എവിടെ നിന്നുണ്ടായി? ജീവദാതാവായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരാകുന്നു? ജീവദാതാവ്. കർത്താവും ജീവദാതാവും. നമ്മുടെ വിശ്വാസം ദൈവജ്ഞാനത്തിൽ പ്രകാശിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. വലിയ കാര്യങ്ങൾ. നമ്മൾ ഈ പള്ളിയിൽ വരുന്ന ആൾക്കാരോട് സുവിശേഷം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞില്ലേ, സിസ്റ്ററിൻ്റെ ശുശ്രൂഷ ജയിൽ മിനിസ്ട്രിയാണ്. ഈ ജയിൽ മിനിസ്ട്രിക്ക് എന്തോരം ആവശ്യമുണ്ട് ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? കോടാനുകോടി ആളുകൾ ജയിലുകളിലുണ്ട്. അതിൽ പകുതി ആളുകളും അവർക്ക് തന്നെ അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് അവൾ ജയിലിൽ ഇല്ലേ. അവരെന്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവരെ, പക്ഷെ അവർ ജയിലില്ല. വിശുദ്ധ എന്ന് പറയാം, നമ്മുടെ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ വിശുദ്ധനായി ഇന്നലെ വിചാരിച്ചോ പറയാണ്. ജയിൽ സന്ദർശിക്കുമായിരുന്നു പുള്ളി. ആദ്യം പുള്ളി പറയണത്, സഹോദരങ്ങളെ, നിങ്ങളും ഞാനുമായിട്ട് ഒരു വ്യത്യാസമുള്ളൂ. ഞാൻ പിടിക്കപ്പെട്ടില്ല, നിങ്ങൾ പിടിക്കപ്പെട്ടു. നമ്മൾ രണ്ടുപേരും ഒരേ തിന്മ തന്നെ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ നിങ്ങൾ പിടിക്കപ്പെട്ടു, ഞങ്ങൾ പിടിക്കപ്പെട്ടില്ല. ഞാൻ ജയിൽ മിനിസ്ട്രി കുറേ നടത്തിയിട്ടുള്ളതാണ്. എന്നെ ജർമ്മനിയിൽ ഒരു ജയിലിൽ കൊണ്ടുപോയി. എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്ന് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. 7 ഇരുമ്പ് കവാടങ്ങൾ തുറന്നിട്ടാണ് അവിടെ. ഓരോ പ്രാവശ്യവും അവിടെ ഇവിടെയൊക്കെ ചെക്ക് ചെയ്യും. എൻ്റെ അടുത്ത് വല്ല ബോംബാട്ടി ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു കുരിശിൻ്റെ അത് അവിടെ ചെല്ലുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഏറ്റവും വലിയ ഭീകരരുടെ ജയിലാണ്. ഏറ്റവും ഭീകരം, ലൈഫ് ഇംപ്രിസൺമെൻറ്റ്.
ഏറ്റവും ഭീകരരായിട്ടുള്ളവരാണ്. നോക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇവരിങ്ങനെ കണ്ണൂരിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുകയാണ്. എന്നെ നോക്കണം പോലുമില്ല. എന്തിനാ ഇവിടെ വരണേ എന്നൊക്കെ ഉള്ള മാതിരിയാണ്. ഞാൻ അവരോട് സാവധാനം പറയാൻ തുടങ്ങി. ഈ കുരിശ് കണ്ടോ? ഈ കുരിശിൽ യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു ഈ കുരിശിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം മരിക്കാൻ ബിഷപ്പോ പോപ്പോ അച്ഛന്മാരോ ആരെയും തിരഞ്ഞെടുത്തില്ല. മറിച്ച് 2 ജയിൽ പുള്ളികളെ തിരഞ്ഞെടുത്തു. ഇവരുടെ കംപ്ലീറ്റ് അറ്റൻഷൻ ഒറ്റ നിമിഷം കൊണ്ട് പിടിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ? ഈശോ കുരിശിൽ ബലിയർപ്പിച്ചപ്പോൾ, ഇവിടെ നമ്മൾ ഇന്നലെ ആദ്യ ദിവസം ബലിയർപ്പണം കണ്ടില്ലേ? വട്ടായച്ചന് ചുറ്റും 2 അച്ഛന്മാരാണ് ബലിയർപ്പിച്ചത്. എന്നാൽ ഈശോ ബലിയർപ്പിച്ചപ്പോൾ കൂടെ ബലിയർപ്പിക്കാൻ അച്ഛന്മാരുണ്ടായിരുന്നോ? ബിഷപ്പ് ഉണ്ടായിരുന്നോ? പോപ്പ് പോലും ഉണ്ടായില്ല. ആരുണ്ടായിരുന്നു? 2 ജയിൽ പുള്ളികൾ. ഇത് പറയല്ല, ഇവർ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഇവരുടെ ഹൃദയത്തിൽ ഭയങ്കര ഒരു സ്പർശനം ഉണ്ടായി. ആ യേശു ഒരു ജയിൽ പുള്ളിയായിരുന്നു. ആ യേശു പറഞ്ഞു, ഞാൻ ജയിലിലായിരുന്നപ്പോൾ, ഞാൻ തടവറയിലായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഈശോ മിശിഹ, ഈശോ തന്നെയായിട്ടാണ്. ഈശോ ഒരിക്കലും പറഞ്ഞില്ല ഒരു ജയിൽ പുള്ളി എൻ്റെ മാതിരിയാണെന്ന്. ഈശോ പറഞ്ഞു, ഞാനാണെന്നാണ് പറഞ്ഞത്. ഞാൻ തടവറയിലായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു. എൻ്റെ പോലെയുള്ള ഒരാളെ കണ്ടു എന്നല്ല പറഞ്ഞു. എന്തിനു പറയണു? അരമണിക്കൂറേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഇവരെല്ലാം അങ്ങ് വ്യത്യാസമായി. ആ ജയിൽ സൂപ്രണ്ടിന് പറയണം, ഞാൻ ഈ വർഷം മുഴുവൻ ഇവന്മാരോട് ചിഹ്നം വിളിച്ചിട്ട് ഇവർക്ക് ഒരു മാറ്റൂലല്ലോ. നീ അരമണിക്കൂർ കൊണ്ട് ഇവരെയൊക്കെ മാറ്റി മറിച്ചല്ലോ. ഞാനല്ല, കൃപയാണ്, ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിൻ്റെ കരുണ ജ്ഞാനത്തിലൂടെ ഒഴുകിയപ്പോഴല്ലേ. അപ്പോൾ ഞാൻ പറയണത്, ഇനിയും കണ്ടെത്താത്ത, ശുശ്രൂഷ വേണ്ട രീതിയിൽ പടരാത്ത ഒരുപാട് മേഖലകളുണ്ടെന്നുള്ളതാണ്. നമ്മൾ പള്ളിയിൽ വരുന്ന ക്രിസ്ത്യാനികളോട് വചനം പ്രഘോഷിക്കണം. ഒരുപക്ഷെ അത് ആവശ്യമാണ്. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഈ നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചേക്കെങ്കിലും ആ ജ്ഞാനസ്നാനത്തിൻ്റെ പെട്ടി തുറക്കണുള്ളൂ എന്ന് മനസ്സിലായോ ഇല്ലയോ? ഓക്കെ. ഞാൻ 19-ാം സങ്കീർത്തനം വ്യാഖ്യാനിക്കാൻ വന്നിട്ട് എവിടേക്കാണ് പോയി? ഇപ്പോൾ ഭാഷണമില്ല, വാക്കുകളില്ല. സമയമായോ? ഇല്ല. ഓക്കെ, ഇനി വ്യാഖ്യാനത്തിലേക്ക് കയറാം. എല്ലാവരും കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ.